സംഘാടകർ എൻ്റെ 3 മിനിറ്റ് അവരെ മോഷ്ടിച്ചിട്ടുണ്ട്. 11:30 എന്നാണ് എന്നോട് പറഞ്ഞത്. 11:33 ആയിട്ടുണ്ട്. മുൻപിലോട്ട് കടന്നിരിക്കാനായിട്ട് സഹോദരങ്ങൾക്ക് മടിയാണ് എന്ന് എനിക്ക് മനസ്സിലായി. അതിന് കാരണം നാട്ടിൽ ഒരു പ്രസ്താവനയുണ്ട്, പോക്കറ്റടിക്കാരുടെയും പ്രസംഗകരുടെയും അടുത്തേക്ക് അധികം അടുക്കരുത് എന്നാണ് പ്രസ്താവന. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെട്ട് എന്നിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് എന്ന് എനിക്കറിയാം. എന്നാൽ നാം തമ്മിലൊരു വേർപാടുള്ളതുകൊണ്ട് കുറേ കൂടി അടുത്ത് വന്നാലും അപകടം ഉണ്ടാവുകയില്ല. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഈ മണിക്കൂറിൽ നമ്മൾ ചിന്തിക്കുന്നത്, ദൈവത്തോടു കൂടെ നടക്കുവാനുള്ള ഈ മഹാഭാഗ്യം നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്, ഈ മഹാഭാഗ്യം നമുക്ക് എങ്ങനെയാണ് ലഭിച്ചത്. ക്രിസ്തീയ ജീവിതത്തിലെ ഒരു വലിയ അപകടം സുവിശേഷത്തെ മാറ്റി നിർത്തി ക്രിസ്തീയ ജീവിതം നയിക്കാനുള്ള നമ്മുടെ ശ്രമമാണ്. രക്ഷിക്കപ്പെടാനായിട്ട് സുവിശേഷം വേണം, പിന്നെ സുവിശേഷം മറക്കാം, നമ്മളുടെ തീരുമാനവും ശക്തിയും കൊണ്ട് ക്രിസ്തീയ ജീവിതം നയിക്കാം എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അത് അപകടകരമായ ചിന്തയാണ്. ദൈവത്തോടുള്ള ബന്ധം സ്ഥാപിക്കുവാനുള്ള മുഖാന്തരം സുവിശേഷമാണ്. ദൈവത്തോടുള്ള ബന്ധം സ്ഥാപിച്ചതിന് ശേഷം നമുക്ക് നടക്കാനുള്ള പാത അതും സുവിശേഷം തന്നെ ആണ്. പ്രസിദ്ധമായിരിക്കുന്നൊരു പ്രസ്താവനയുണ്ട്. അതിങ്ങനെയാണ്: നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നിലനിർത്തുക എന്നതാണ്. ഇംഗ്ലീഷിൽ പറയാം, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ടു കീപ്പ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഏറ്റവും പ്രാധാന്യമേറിയ കാര്യം അതിൻ്റെ സ്ഥാനം നഷ്ടപ്പെടുത്തി നമുക്ക് ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇന്ന് ക്രിസ്മസ് അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വർഗത്തിലെ ദൈവം നമ്മെ സന്ദർശിക്കാൻ ഒരു മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നു എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താ? ഒരു പ്രസംഗൻ പറഞ്ഞതുപോലെ, മനുഷ്യൻ ചന്ദ്രനിൽ പോയതല്ല കേട്ടോ വലിയ സംഭവം, ദൈവം ഭൂമിയിലേക്ക് വന്നതാണ് ഏറ്റവും വലിയ സംഭവം. അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിൻ്റെ മേൽ കയറി. അവൻ്റെ അടിപ്പണലുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയും, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ സംഗതി വരരുത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും കാതലായ അടിസ്ഥാനം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയാണ്. ദൈവത്തോടുള്ള ബന്ധം എങ്ങനെ ദൈവം നമുക്ക് സാധ്യമാക്കി തന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത കാര്യം നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ എത്രയോ പ്രാധാന്യമുള്ള കാര്യമാണ്. ഇറ്റ് ഈസ് ഇൻഫിനിറ്റ്ലി മോർ ഇമ്പോർട്ടൻറ്റ്. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യം, അതിനുശേഷം നമ്മൾ അതിന് മറുപടിയായിട്ട് കർത്താവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അതുമായിട്ട് തുലനപ്പെടുത്തുമ്പോൾ എത്രയോ പ്രാധാന്യമേറിയ കാര്യമാണ്. നടപ്പ് എന്ന് പറയുന്ന വാക്ക് വളരെ പ്രസിദ്ധമായ വാക്കാണ്. പഴയ നിയമത്തിൽ അതിൻ്റെ എബ്രായ പദം ഹലാക്ക് എന്ന് പറയുന്ന ഒരു വാക്കാണ്. അത് ദൈവമക്കൾ ദൈവത്തോട് ചേർന്ന് നടന്നതിനെ വിശദീകരിക്കുന്ന വാക്കാണ്. പുതിയ നിയമത്തിൽ
ഗ്രീക്കിലെ പെരിപാറ്റയോ എന്ന് പറയുന്നൊരു വാക്കാണ് നടപ്പ് എന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഭൗതികമായിരിക്കുന്ന നടപ്പിനെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. പിന്നെയോ നമ്മളെ ജീവിതയാത്രയെക്കുറിച്ചാണ് അത് പറയുന്നത്. നാം എങ്ങനെ ദൈവത്തിൻ്റെ മുൻപാകെ ജീവിക്കുന്നു എന്നതിനെ സംബന്ധിച്ചാണ് നടക്കുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. നടപ്പിൻ്റെ പ്രാധാന്യം അതൊരു ഉദാഹരണമാണല്ലോ, അല്ലെങ്കിൽ അത് ഒരു ആലങ്കാരിക പ്രയോഗമാണ്. ജീവിതത്തെ വിശദീകരിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ആലങ്കാരിക പ്രയോഗമാണ് നടക്കുക എന്ന് പറയുന്ന കാര്യം. അവിടെ അതിനുള്ള വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, നടക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് സാധിക്കുക? ഓരോ ചുവട് വയ്ക്കുമ്പോഴും ശ്രദ്ധിച്ച് വേണം ചുവട് വയ്ക്കാൻ. അങ്ങനെയല്ലേ? ഞാൻ ഒരു 1/2 മൈല് നടക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ 2 പ്രാവശ്യം ഞാൻ ശ്രദ്ധിക്കും. ബാക്കി സമയത്തൊന്നും ശ്രദ്ധിക്കത്തില്ല. അങ്ങ് ചെല്ലൂല്ലോ കേട്ടോ, ചെല്ലില്ല, നിശ്ചയമായിട്ടും ചെല്ലില്ല. നടപ്പിൻ്റെ പ്രത്യേകത ഓരോ ചുവടും ശ്രദ്ധിച്ച് തന്നെ വയ്ക്കണം എന്നതാണ്. ക്രിസ്തീയ ജീവിതത്തിന് എത്രത്തോളം ശ്രദ്ധ വേണം? ഞാനിന്ന് രാവിലെയും ചിന്തിച്ചു കേട്ടോ, ശ്രദ്ധ കുറവാണ് എന്നെനിക്ക് ബോധ്യമായി. ഒരാഴ്ചത്തേക്ക് ഞായറാഴ്ച രാവിലെ വന്ന് കടം വീട്ടി പോവുക, പിറ്റേ ആഴ്ച പിന്നെയും വരിക. പിറ്റേ ആഴ്ച വരണം കേട്ടോ, വരാത്തവരുണ്ടല്ലോ, അതുകൊണ്ട് വരണം. പക്ഷേ അത് മതിയാകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. ഒരിടയൻ്റെ പിന്നാലെ പോകുന്ന ആടിനെ പോലെ ഓരോ ചുവടും ശ്രദ്ധയോടുകൂടെ ദൈവത്തിൽ ആശ്രയിച്ച് വെച്ച് ആ നിലയിൽ ജീവിക്കാനായിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ച് ആക്കിയിരിക്കുന്നത്. പുതിയ നിയമത്തിൽ നടപ്പ് എന്ന വാക്ക് ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ള പുസ്തകം ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ള ഈ പുസ്തകം എഫേസ്യ ലേഖനമാണ്. എഫേസ്യ ലേഖനത്തിലാണ് ഈ നടപ്പിനെക്കുറിച്ച് ഒരുപാട് കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ നടപ്പിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നമേ ഇതെങ്ങനെയാണ് സാധിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം നമ്മളോട് പറയുന്നു. 2-ാമത്തെ അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് ഈ നടപ്പിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നതിനെ വിശദീകരിക്കാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. പുതിയ നിയമത്തിലെ രക്ഷിക്കപ്പെടുന്നതിനെ സംബന്ധിച്ച് പറയുന്ന ഏറ്റവും വ്യക്തമായ വാക്യമാണ് എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ആ വാക്യങ്ങൾ നിങ്ങൾക്ക് മനഃപ്പാഠമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. മനഃപ്പാഠമല്ലാത്ത ആളുകൾ ഇന്ന് വൈകുന്നേരത്ത് ഉറങ്ങുന്നതിന് മുൻപ് ആ വാക്യങ്ങൾ മനഃപ്പാഠമാക്കണം. അല്ലാതെ ഉറങ്ങിയാൽ എനിക്ക് സങ്കടമാകും എന്നേ ഞാൻ പറയത്തുള്ളൂ. അതത്രയ്ക്ക് പ്രാധാന്യമുള്ള വാക്യമാണ്. നിങ്ങൾക്കിത് മനഃപ്പാഠമാണ്, എനിക്കറിയാം. ശരി, നമുക്ക് ആ വാക്യത്തിലേക്ക് വരാം. നടപ്പ് എന്ന വാക്ക് അതിനകത്ത് ഉണ്ട് കേട്ടോ. നടപ്പ് എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക് അതിലുണ്ട്. അതെ, അപ്പോൾ അത് പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിനല്ല കേട്ടോ, അങ്ങനെ അത് പരിഭാഷപ്പെടുത്തിയതിൻ്റെ പ്രശ്നമാണ്. നാം അതിൽ നടക്കേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. പെരിപാറ്റയോ, that we might walk in it. നാം അതിൽ നടക്കേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. നടക്കുക എന്നുള്ളതായിരിക്കുന്ന വാക്ക് ആദ്യമായിട്ട് എഫേസ്യ ലേഖനത്തിൽ ഉപയോഗിക്കുന്ന 2-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലാണ്. അതിൻ്റെ 2-ാം വാക്യത്തിലാണ്. 1-ാമത്തെ വാക്യത്തിൽ 2-ാം വാക്യം. ശരി, മുന്നമേ ഉള്ളൊരു നടപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊക്കെ
ഒരുപാട് കാലം നടന്ന ഒരു നടപ്പ്, നമ്മൾ നടന്ന രീതികൾ പറഞ്ഞു. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന് മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. ഈ അധിപതിയായവനാരാ? അയ്യോ, പിശാച്, സാത്താന്. എങ്ങനെയാണ് നടന്നിരുന്നത്? സാത്താൻ പറയുന്നത് കേട്ട് പിശാചിനെ അനുസരിച്ച് അനുസരണക്കേടിന് മക്കളായിട്ട് നടന്ന ഒരു കാലം നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ ആ ജീവിതത്തിൻ്റെ മധ്യത്തിലേക്ക് ദൈവം ഇറങ്ങി വന്നു എന്ന കാര്യമാണ് തുറന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ മലയാള പരിഭാഷക്കാർ അത് വിട്ടുകളഞ്ഞു. ബട്ട് ബട്ട് എന്ന് പറയുന്നതായിരിക്കുന്നൊരു വാക്കോടുകൂടെയാണ് 4-ാമത്തെ വാക്യം ആരംഭിക്കുന്നത്. എന്നാൽ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, സുവിശേഷം എന്ന് പറയുന്നത് അന്ധകാരപൂർണമായ ജീവിതത്തിലേക്ക് പ്രതീക്ഷയും പ്രത്യാശയുമില്ലാത്ത പിശാചിനെ അനുസരിച്ച് തന്നിഷ്ടമനുസരിച്ച് തോന്നിയതുപോലെ ജീവിച്ച മനുഷ്യരുടെ മധ്യത്തിലേക്ക്, അവരുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന, അവർ നടപ്പിന് വ്യതിയാനം വരുത്തുന്ന, അതിൻ്റെ ദിശയ്ക്ക് വ്യതിയാനം വരുത്തുന്ന പരിപാടിയാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറയുന്നത് ഒരു യു ടേണാണ് കേട്ടോ. നടന്നു പോയ ആ വഴിയിൽ നിന്ന്, ദിശയിൽ നിന്ന് യു ടേക്ക് എ യു ടേൺ, നേരെ തിരിഞ്ഞ് പിശാചിനെയും അവൻ്റെ പരിപാടികളെയും ജഡത്തെയും അതിൻ്റെ മോഹങ്ങളെയും അതിൻ്റെ വഴികളെയും ഒക്കെ വിട്ട് കർത്താവിൻ്റെ പിന്നാലെ വരുവാൻ തീരുമാനിക്കുന്ന, അതിന് ദൈവം ആ നിലയിൽ നമ്മളെ ക്രമപ്പെടുത്തുന്ന ക്രമീകരണമാണ് സുവിശേഷം എന്ന് പറയുന്നത്. രക്ഷയെക്കുറിച്ച് 5-ാമത്തെ വാക്യത്തിൽ താൻ ഒരു പ്രസ്താവന നടത്തി. കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതിനുശേഷം അതിൻ്റെ വിശദീകരണമാണ് 8, 9, 10 വാക്യങ്ങളിൽ താൻ പറയുന്നത്. 8, 9, 10 വാക്യങ്ങൾ 2-ാമത്തെ അധ്യായത്തിൻ്റെ ഒരു സംക്ഷിപ്ത, അതുവരെ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു സംക്ഷിപ്ത പ്രസ്താവനയാണ്. അപ്പോൾ ഞാൻ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കും അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നിങ്ങളോട് പറയാം എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളത് കേട്ടിട്ടുള്ള വാക്കുകളാണ് എങ്കിലും നിങ്ങളിൽ പലർക്കും അതിൻ്റെ അർത്ഥം അറിയില്ല. ബൈബിൾ വായിക്കുമ്പോൾ ഒരു പ്രശ്നം ഞാൻ പറയാം. ബൈബിൾ വായിക്കുമെങ്കിലും ഫിലിപ്പോസ് ഷണ്ണനോട് ചോദിച്ചതുപോലെ, എന്താ ചോദിച്ചത്? നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. വളരെ ഷണ്ണൻ എന്താ മറുപടി പറഞ്ഞേ? ഒരാൾ വ്യാഖ്യാനിച്ച് തരാതെ, വിശദീകരിച്ച് തരാതെ എങ്ങനെ മനസ്സിലാക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ദൈവത്തിന് സഭയിൽ അതിനുള്ള കൃപ നൽകിയ ആളുകളുടെ ജോലി അതാ കേട്ടോ. ഞാൻ ഈ പല പ്രസംഗങ്ങളെക്കുറിച്ച് എനിക്ക് പരാതിയാണ്. അവിടുന്ന് ഇവിടുന്ന് നോക്കി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രസംഗം അവസാനിപ്പിക്കുക, അതല്ലേ കേട്ടോ നമ്മുടെ ജോലി. ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക, അതാണ് നമ്മുടെ ജോലി. വാക്യം വായിക്കുക, ആ വാക്യത്തിൽ എന്താണ് പറഞ്ഞത് എന്ന് മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുക, അതാണ് പ്രസംഗകൻ്റെ ജോലി. നിങ്ങൾ ബൈബിൾ പ്രസംഗിക്കണം, ബൈബിൾ പഠിക്കണം, ബൈബിൾ അറിയണം, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ശരി, നമുക്ക് 8-ാമത്തെ വാക്യത്തിലേക്ക് വരാം. അപ്പം അതിലെ ആദ്യത്തെ പ്രസ്താവന കൃപയാലല്ലോ എന്ന് പറയുന്ന പ്രസ്താവനയാണ്. ഗ്രീക്ക് ബൈബിളിൽ നിങ്ങൾ വായിച്ചാൽ അങ്ങനെയാണ് അത് തുടങ്ങുന്നത്. ബൈ ഗ്രേസ് ടേക്കാറിറ്റി എന്ന് പറയുന്നതായിരിക്കുന്ന വാക്കാണ്. ടേഗാർക്കാറിറ്റി എന്ന് പറയുന്ന വാക്കാണ്. കൃപയാലല്ലോ. എന്നാൽ അവിടുത്തെ പ്രധാന പ്രസ്താവന എന്ന് പറയുന്നത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന പ്രസ്താവനയാണ്.
നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന പ്രസ്താവന. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നത് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന പ്രസ്താവനയാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന ആ വാക്ക്, നിങ്ങൾ രക്ഷിക്കപ്പെടുക, രക്ഷപ്പെടുക എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ പരിശോധിച്ചാൽ പല അർത്ഥത്തിൽ അത് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ കാണാം. രോഗസൗഖ്യം കിട്ടുന്നത് രക്ഷയാണ്, അല്ലെങ്കിൽ ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അതാരോടെ പറഞ്ഞേ? രക്തസ്രവമുള്ള സ്ത്രീയോട് പറഞ്ഞു, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നല്ല കേട്ടോ. രക്ഷപ്പെട്ട് കാണുമായിരിക്കും, പക്ഷേ കർത്താവ് ഉദ്ദേശിച്ചത് നിൻ്റെ വിശ്വാസം നിനക്ക് രോഗസൗഖ്യം തന്നു എന്നാണ്. അപ്പോഴേ രക്ഷയെന്നുള്ള വാക്ക് രോഗസൗഖ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. പഴയ നിയമത്തിൽ രക്ഷയെന്നുള്ളത് പ്രധാനമായും ആപത്തിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒക്കെയുള്ള വിടുതലിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ആ അർത്ഥത്തിലല്ല ഇവിടെ ആ വാക്ക് ഉപയോഗിക്കുന്നത്. കാരണം രക്ഷയെന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞല്ലോ 5-ാമത്തെ വാക്യത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനു മുൻപ് ആ പ്രയോഗം നമ്മൾ കാണുന്നില്ല. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? 2-ാമത്തെ അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം. നമ്മൾ മുൻപിലത്തെ അവസ്ഥയെന്ന് പറയുന്നത്, അങ്ങനെ നിങ്ങൾ കോപത്തിൻ്റെ മക്കൾ ആയിരുന്നു. നിങ്ങൾ കോപത്തിൻ്റെ മക്കൾ ആയിരുന്നു. ആരുടെ കോപമാ? ദൈവത്തിൻ്റെ ക്രോധം. എൻ്റെ പൊന്നെ സഹോദരങ്ങളെ, നമുക്ക് ഇക്കാലത്ത് പേടിയില്ല കേട്ടോ. ദൈവം കോപിച്ചാൽ പ്രശ്നമാണ്. ആര് കോപിച്ചാലും അതിനൊരു സമാധാനമുണ്ട്. ദൈവം കോപിച്ചാൽ കാര്യം പോക്കാം, നമ്മളെ കാര്യം പോക്കാം. കോപത്തിൻ്റെ മക്കളായിരുന്നു. കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവകോപത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന്, ദൈവത്തിൻ്റെ ശിക്ഷയിൽ നിന്ന്, നിത്യമായ നരകശിക്ഷയിൽ നിന്നുള്ള വിടുതലിന് ആണ് രക്ഷ എന്ന് പറയുന്നത്. അതാണ് രക്ഷ എന്ന് പറഞ്ഞാൽ. എന്താണ് രക്ഷ എന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന്, ദൈവത്തിൻ്റെ ക്രോധത്തിൽ നിന്ന്, നരകശിക്ഷയിൽ നിന്ന് ദൈവം വിടുവിക്കുന്നതിനെക്കുറിച്ചാണ് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം അതാണ്. അപ്പോഴേ ഈ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന വാക്കും രക്ഷപ്പെടുക എന്ന് പറയുന്ന വാക്കും തമ്മിൽ വ്യത്യാസം എന്താ? രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ ചെയ്യുന്ന ജോലിയാണ് കേട്ടോ. 8-ാം വാക്യത്തിൽ രക്ഷപ്പെട്ടു എന്നല്ല പറയുന്നത്. എങ്ങനെയാണ് പറയുന്നത്? രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇത് ആര് ചെയ്ത ജോലിയാണ്? ദൈവം ചെയ്ത ജോലിയാണ് കേട്ടോ. ഇറ്റ് ഈസ് എ പാസീവ് വോയിസ്. ഇത് ദൈവം ചെയ്ത പ്രവൃത്തിയാണ്, അല്ലാതെ ഞാൻ ചെയ്ത പ്രവൃത്തിയല്ല. നമ്മളുടെ യാതൊരു പ്രവൃത്തികളാലും നമുക്ക് ദൈവത്തിൻ്റെ ക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയുകയില്ല. ദൈവത്തിന് മാത്രമേ നമ്മളെ രക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ലോകത്തിലുള്ള മതങ്ങളെല്ലാം രക്ഷപ്പെടണമെന്നുള്ള കാര്യം അവർക്കും അറിയാൻ കേട്ടോ. രക്ഷപ്പെട്ടോളാനാ പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മലയിൽ കയറി, മലയിൽ നിന്നിറങ്ങി, ഇതിലൂടെ പോയി, ഇതിലേക്കൂടെ വന്ന് കാശ് കൊടുത്ത് രക്ഷപ്പെട്ടു പോയപ്പോൾ ഒരിച്ച സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ മലയ്ക്ക് പോകുന്ന ആളുകൾ കാണും, പുറയിൽ അല്ലെങ്കിൽ റോഡിൽ കൂടെ ഒക്കെ കാണുമായിരിക്കും. എന്നാലും ഞാൻ പയ്യെ പറയാം, പോകുന്ന സമയത്ത് സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. തിരിച്ചു വരുമ്പോൾ അണ്ടി കളഞ്ഞ അണ്ണാൻ്റെ കൂട്ട് ഇനി വരുക. ഒന്നും കിട്ടിയില്ലെന്ന്, വെറുതെ പോയതാ. കാശും കളഞ്ഞു, തെള്ളും കൊണ്ടു പോയേച്ചിങ്ങ് വരുക. രക്ഷപ്പെടുകയില്ല. ദൈവം രക്ഷിക്കണം. ദൈവത്തിനല്ലാതെ നമ്മെ രക്ഷിക്കാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദൈവം രക്ഷിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന്, നിത്യനരകത്തിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിച്ചിരിക്കുന്നു എന്ന കാര്യമാണ്
ബൈബിള് പറയുന്നത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന വാക്ക് നിങ്ങൾ മൂല ഭാഷയിൽ പരിശോധിച്ചാൽ അതിൻ്റെ ഗ്രാമർ അനുസരിച്ച് അതിന് ഞങ്ങൾ പറയും അതൊരു പെർഫെക്റ്റ് ടെൻസ് ആണ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അത് പൂർത്തീകരിക്കപ്പെട്ടൊരു സംഭവമാണ്. അത് പൂർത്തീകരിക്കപ്പെട്ട ഒരു സംഭവമാണ്. രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏതാ? രക്ഷിക്കപ്പെട്ടു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. രക്ഷ ഇങ്ങോട്ട് വന്നു, കുറച്ച് നേരം നിന്നു, പിന്നെ അങ്ങ് പോയി. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ വരും, വന്നു കഴിഞ്ഞ് നമ്മളൊന്ന് പിടിക്കും, പിന്നെ കൈ അങ്ങ് വിടും, വന്ന പോലെ ഇതങ്ങ് പോകും. അങ്ങനെ രക്ഷിക്കപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ നാളെ രക്ഷിക്കപ്പെട്ട ആരെന്ന്, പക്ഷേ പോയി. എൻ്റെ പോന്നെ അങ്ങനെ രക്ഷിക്കപ്പെടുന്ന പരിപാടിയില്ലെന്നേ. രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് പൂർത്തീകരിക്കപ്പെട്ട, ഒരിക്കലായി സംഭവിക്കുന്ന, ദൈവം ചെയ്യുന്ന അത്ഭുതകരമായിരിക്കുന്ന വിടുതലിൻ്റെ പരിപാടിയാണോ രക്ഷ എന്ന് പറയുന്നത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അതിൽ ഒന്നാമത്തെ കാര്യം പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തിയാണ് എന്നതാണ് അതിൻ്റെ ആദ്യത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തിയുടെ ഫലം വർത്തമാനകാലത്ത് തുടരുന്നു എന്നാണ് അതിൻ്റെ രണ്ടാമത്തെ ഭാഗം. പൂർത്തീകരിക്കപ്പെട്ടു, അതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു കേട്ടോ. എങ്ങനെയുണ്ട് അതിൻ്റെ വ്യത്യാസം, അനുഭവമൊക്കെ? അതൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടില്ല. അത് രക്ഷിക്കപ്പെട്ടല്ല, വെറുതെ രക്ഷിക്കപ്പെട്ട ആളിൻ്റെ രക്ഷയുടെ അനുഭവം, അതിൻ്റെ വ്യതിയാനത്തിൻ്റെ അനുഭവം, രക്ഷയുടെ സന്തോഷം, അതിൻ്റെ നിർബന്ധം, ഇതൊക്കെ ജീവിതത്തിൽ നിരന്തരമായി തുടരുന്ന കാര്യമാണ്. അത് ഒരിക്കൽ നമ്മളിനി കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ മാത്രമേ പിന്നെ അങ്ങനെ ഒരു നിയന്ത്രണത്തിന് ആവശ്യമില്ല. പാപം ചെയ്യാൻ സാധിക്കാത്ത കർത്താവിനെ പോലെ ആകുന്ന അവസരത്തിൽ നമ്മളൊരു പ്രത്യേക അനുഭവത്തിലാണ്. അതുവരെ മരിക്കുന്നത് വരെ ഈ അനുഭവം തുടരുന്നതാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഫലം, അതിൻ്റെ നിർബന്ധം, അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നതെല്ലാം തുടരുന്നതാണ്. അപ്പം അതാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കുന്ന പ്രയോഗം. അതാണ്. എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം തൻ്റെ അതിശക്തമായിരിക്കുന്ന കരങ്ങളാൽ ദൈവത്തിൻ്റെ ക്രോധത്തിൽ നിന്ന്, നിത്യനരകത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചിരിക്കുന്നു. രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വിവരിക്കാനായിട്ട് രണ്ട് വാക്കുകൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിക്കുന്നുണ്ട്. ആദ്യത്തെ പ്രയോഗമാണ് കൃപയാലല്ലോ. കൃപയാലല്ലോ, ടേക്ക് ചാരിറ്റി, കൃപയാലല്ലോ, ബൈ ഗ്രേസ്. അപ്പം ഞാൻ പറയാം, രക്ഷയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. അതാണ് രണ്ടാമത്തെ വാക്കിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അതാണ്, നാം കൃപയാൽ രക്ഷിക്കപ്പെട്ട ആളുകളാണ്. കൃപയാൽ, ബൈ ഗ്രേസ്. രക്ഷയുടെ അടിസ്ഥാനം ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ കൃപയാണ്. കൃപയെന്നുള്ള വാക്ക് നമുക്ക് പരിചിതമല്ലേ? കൃപയെന്നുള്ള വാക്ക് നമുക്കറിയാം. പുതിയ നിയമത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വാക്കാണ് കേട്ടോ കൃപ എന്ന് പറയുന്ന വാക്ക്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായാൽ, നമ്മളെല്ലാം ന്യായപ്രമാണത്തിലാണ് പലപ്പോഴും ജീവിക്കുന്നത്, കൃപയിലല്ല. ന്യായപ്രമാണക്കാരാ, നിയമങ്ങളാണ്. നിങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല, കൃപയ്ക്കത്ര അധീനരായിരിക്കുന്നത്. ടു ബി ഇൻ ഗ്രേസ്. എന്തൊരു സ്വാതന്ത്ര്യമാണെന്നറിയാമോ? അത് നൽകുന്നതായിരിക്കുന്ന വിമോചനം എത്ര അത്ഭുതകരമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ, ദൈവകൃപയാൽ ജീവിക്കുന്ന ദൈവമക്കൾ എത്രയോ അനുഗ്രഹീതരായിരിക്കുന്ന ആളുകളാണ്. കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഈ കൃപയെന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അക്ഷരീകമായ ഒരു അർത്ഥം നമുക്കറിയാം. അർഹിക്കാത്ത ദാനം എന്നാണ് അതിൻ്റെ അർത്ഥം. ഗ്രേസ് ഈസ് അൺമെറിറ്റഡ് ഫേവർ. നമുക്ക് അർഹതയില്ലാത്തൊരു കാര്യം നമുക്ക് തരുന്നതിനെയാണ് കൃപയെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ അൺമെറിറ്റഡ് ഫേവർ, അർഹിക്കാത്ത ദാനം. പക്ഷേ ഇവിടെ അർഹിക്കാത്ത ദാനം എന്നുള്ള പൊതുവായ അർത്ഥം പോരട്ടോ.
അതിലും കൃത്യമായിരിക്കുന്ന ഒരർത്ഥം ഇവിടെയുണ്ട്. കൃപയെക്കുറിച്ച് 2 പ്രാവശ്യം, അല്ല 4-ാമത്തെ പ്രാവശ്യമായി കൃപയെക്കുറിച്ച് എഫേസ്യ ലേഖനത്തിൽ അപ്പസ്തലനായ പൗലോസ് പറയുന്നത്. ഈ ഭാഗമെല്ലാം വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് 1:4 കൃപയെക്കുറിച്ച് പറയുന്നൊരു വാക്യമാണ്. 1:6 കൃപയെക്കുറിച്ച് പറയുന്നതാണ്. പിന്നീട് 2-ാമത്തെ അധ്യായത്തിൽ കൃപയെക്കുറിച്ച് മുന്നിലൊരു പ്രസ്താവനയുണ്ട്. ഇത് 4-ാമത്തെ പ്രസ്താവനയാണ്. ബൈ ഗ്രേസ് എന്ന് പറയുന്നതായിരിക്കുന്ന പ്രസ്താവന. കൃപയെന്ന് പറഞ്ഞാൽ അവനിൽ, അതിന് 1-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് അല്ലേ? 1-ാമത്തെ അധ്യായത്തിൻ്റെ അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി. കൃപ ദൈവം നമ്മളോട് കാണിച്ചത് അവനിൽ ആണ്. അവനെന്ന് പറഞ്ഞാൽ ആരാ? തൻ്റെ പുത്രനായ യേശു ക്രിസ്തു. ദൈവം നമ്മളോട് കാണിച്ച കൃപ യേശു ക്രിസ്തുവിലാണ് ദൈവം പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനതിൻ്റെ നിർവചനം നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം. മനുഷ്യരുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം ചെയ്ത രക്ഷാപരിപാടിയാണ് കൃപയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശമെന്ന് പറയുന്നത്. അതാ കൃപയെന്ന് പറഞ്ഞാൽ എന്താ? കൃപയെന്ന് പറയുന്നത് what God has done in Jesus Christ for the salvation of mankind. നമ്മുടെ രക്ഷയ്ക്കായി കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം ചെയ്ത പാപപരിഹാര ക്രമീകരണമാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നതാണ്. അതുമാത്രമല്ല, എന്നാൽ കൃപയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശം എന്ന് പറയുന്നതാണ് ഹൗ ഡു വി നോ ഗ്രേസ്. കൃപയെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക? കൃപയെ നമ്മൾ മനസ്സിലാക്കുന്നത് ലുക്ക് ടു ദ ക്രോസ്. ക്രൂശിലേക്ക് നോക്കിയാണ് ദൈവത്തിൻ്റെ കൃപയുടെ ധനം, അതിൻ്റെ അഗാധമായ മർമ്മം നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നത്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അതിന് ശിക്ഷ വഹിച്ചുകൊണ്ട് നമുക്ക് പകരക്കാരനായി ദൈവത്തിൻ്റെ ക്രോധം സഹിച്ച് നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതിലൂടെ ദൈവം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി എന്ന ആ ക്രമീകരണമാണ് ദൈവകൃപ എന്ന് പറയുന്നത്. എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്? കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം നമ്മെ രക്ഷിച്ചത് നമ്മളുടെ ശിക്ഷ യേശുക്രിസ്തുവിൻ്റെ മേൽ ചുമത്തി നമുക്ക് പകരക്കാരനായി അവനെ കുരിശിൽ തറച്ചു കൊന്ന് നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ പൂർണ്ണമായി പരിഹരിച്ച് ദൈവമനെ മരിച്ചവിടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ച് യേശുക്രിസ്തു വരുത്തിയ പാപപരിഹാരം ദൈവത്തിന് പൂർണ്ണമായും സ്വീകാര്യമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൽ കൂടെ നമ്മുടെ പാപങ്ങൾക്ക് ദൈവം വരുത്തിയ പരിഹാരമാണ് ഈ ദൈവകൃപ എന്ന് പറയുന്നതാണ്. ദാറ്റ് ഈസ് ദ ഗ്രേസ്. ദാറ്റ് ഈസ് ഗ്രേസ്. എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറയാം, രക്ഷയ്ക്കുള്ള ഏക അടിസ്ഥാനം നമുക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തിയാണ്. മറ്റൊന്നുകൊണ്ടും മനുഷ്യർക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയുകയില്ല. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെയിൽ പാപമോചനത്തിനും വീണ്ടെടുപ്പിനുമായി യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ വേറെ ഒരു നാമമില്ല. യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണ് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ ദൈവത്തിൻ്റെ കൃപയുടെ പ്രദർശനമായ യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയിലൂടെ ദൈവം നമ്മെ രക്ഷിക്കുന്നു എന്ന കാര്യമാണ് ബൈബിൾ പറയുന്നത്. രക്ഷയുടെ അടിസ്ഥാനം ദൈവത്തിൻ്റെ കൃപയാണ്. ബൈ ഗ്രേസ് യു ആർ സേവ്ഡ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, രക്ഷിക്കപ്പെട്ട ആളാണെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാലാണ്. യേശുക്രിസ്തുവിൽ കൂടെ ദൈവം ചെയ്ത രക്ഷാ പരിപാടിയിലൂടെയാണ്, അതിൽ കൂടെ മാത്രമാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി 3-ാമത്തെ വാക്ക് എന്താ പറഞ്ഞത്? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം
വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. മൂലമെന്ന് പറഞ്ഞാൽ എന്താ? മൂലമെന്ന് പറഞ്ഞാൽ വേറെന്നൊരർത്ഥമുണ്ടല്ലേ? വേറൊരർത്ഥമുണ്ട്. എന്താ മൂലം എന്ന് പറഞ്ഞാൽ? കാരണം, വഴി എന്ന് പറയുന്ന അർത്ഥം. അതുകൊണ്ട് ആ അർത്ഥമാണ് ഇവിടെ പറയുന്നത്. വിശ്വാസം മൂലം, വിശ്വാസം മുഖാന്തരം, വിശ്വാസം വഴിയായി നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് മൂന്നാമത്തെ പ്രസ്താവന. ദൈവം കൃപയാൽ ഒരുക്കിയ രക്ഷ നാം സ്വീകരിക്കുന്നത് വിശ്വാസം വഴിയാണ്. അതാണ് ബൈബിൾ പറയുന്നത്. ദൈവം കൃപയാൽ ഒരുക്കിയ രക്ഷ നാം സ്വീകരിക്കുന്നത് വിശ്വാസത്താലാണ്. വിശ്വാസം കൂടാതെ രക്ഷിക്കപ്പെടുവാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. വിശ്വാസം മാത്രം. യഥാർത്ഥത്തിൽ റെഫർമേഷൻ്റെ കാലത്ത് പറഞ്ഞ വളരെ പ്രസിദ്ധമായിരിക്കുന്ന മാത്രമെന്ന് പറയുന്ന കുറേ പ്രസ്താവനകളുണ്ട് കേട്ടോ. അതിൽ ആദ്യത്തെ പ്രസ്താവന കൃപയാൽ മാത്രം, രണ്ടാമത്തെ പ്രസ്താവന വിശ്വാസത്താൽ മാത്രം. വിശ്വാസത്താൽ മാത്രം. ഗ്രേസ് എലോൺ, ഫെയ്ത്ത് എലോൺ, ക്രൈസ്റ്റ് എലോൺ. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം ഒരുക്കിയ ദൈവത്തിൻ്റെ കൃപയാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ചില ആളുകൾ ഇത് തിരിക്കുന്ന ആൾക്കാരുണ്ട്, തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. എങ്ങനെ രക്ഷിക്കപ്പെട്ടെന്ന് ചോദിച്ചു, വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെട്ടതെന്ന്. അല്ലെന്നേ, വിശ്വാസത്താലാണ് രക്ഷ സ്വീകരിച്ചതെന്നുള്ളത് ശരിയാ. അതുകൊണ്ടാണ് പറയുന്നത് നിൻ്റെ വിശ്വാസം നീ രക്ഷിക്കൂന്ന്. രക്ഷിക്കൂല. രക്ഷിക്കുന്നത് യേശുക്രിസ്തു മാത്രമേ രക്ഷിക്കുകയുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ രക്ഷ സ്വീകരിക്കുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന വഴി വിശ്വാസമാണ്. അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്. അല്ലാതെ എന്തെങ്കിലും വിശ്വസിച്ച് അവിടെ രക്ഷപ്പെടും എന്ന് പറയുന്ന ഈ ആശയം ബൈബിളിലില്ല. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവം ഒരുക്കിയ രക്ഷ സ്വീകരിക്കുവാനുള്ള വഴി വിശ്വാസമാണ്. വിശ്വാസം മാത്രമാണ്. അതിനോട് ഒന്നും കൂട്ടിച്ചേർക്കാനായിട്ട് സാധിക്കില്ല. രക്ഷയുടെ അടിസ്ഥാനം ദൈവത്തിൻ്റെ കൃപ മാത്രമാകട്ടോ. രക്ഷ സ്വീകരിക്കാനുള്ള വഴി വിശ്വാസം മാത്രമാണ്. അതിനോട് ഒന്നും കൂടി ചേർക്കാൻ പറ്റുകയില്ല. സ്നാനപ്പെട്ടാൽ രക്ഷപ്പെടത്തില്ല, സഭയെ ചേർന്നാൽ രക്ഷപ്പെടത്തില്ല, അപ്പം നുറുക്കിയാൽ രക്ഷപ്പെടുകയില്ല, മറ്റ് യാതൊരു മുഖാന്തരം വഴിയും രക്ഷ സ്വീകരിക്കാൻ സാധിക്കില്ല. രക്ഷ സ്വീകരിക്കാനുള്ള ഏകമായിരിക്കുന്ന വഴി അത് വിശ്വാസമാണ്. അല്ലാതെ അതിനോട് ഒന്നും കൂട്ടിച്ചേർക്കരുത്. നമ്മുടെ എമ്മി ചെറിയാൻ സഹോദരൻ പറയുന്ന ഒരു കഥയുണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാ, എങ്കിലും നിങ്ങൾ മറന്നു കാണുമല്ലോ, അപ്പോൾ എനിക്ക് പറയാൻ പറ്റും. അദ്ദേഹം പറഞ്ഞു, ഒരിടത്ത് ഒരു ലാടവൈദ്യൻ വന്നു. അദ്ദേഹത്തിൻ്റെ ചികിത്സ എന്താണെന്ന് ചോദിച്ചാൽ പേപ്പട്ടി വിഷത്തിനെതിരായിട്ടുള്ളൊരു മന്ത്രം അദ്ദേഹത്തിന് അറിയാം. ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ ഏത് പേപ്പട്ടി കടിച്ചാലും രക്ഷപ്പെടും. അത്രയ്ക്ക് കൂടിയ മന്ത്രമാണ്. എന്തോ ഭയങ്കര മന്ത്രം. ഈ മന്ത്രമെല്ലാം ആൾക്കാരെ പഠിപ്പിച്ചു കേട്ടോ. അദ്ദേഹം പോകാൻ നേരം ഒരു കാര്യം കൂടെ പറഞ്ഞു. അയാൾ ഒരു മര്യാദക്കാരായിരുന്നു കേട്ടോ. പറഞ്ഞു കേട്ടോ, നിങ്ങൾ പേപ്പട്ടി വരുന്ന സമയത്ത് ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് അടുത്ത് കാണുന്ന മരത്തെ കയറിക്കണമെന്ന്. നല്ല പരിപാടിയില്ലയോ? ഈ മന്ത്രം ചൊല്ലണം, അതിൻ്റെ കൂടെ അടുത്ത് കാണുന്ന മരത്തേലും കൂടെ കയറണം. അപ്പോൾ നിങ്ങൾ രക്ഷപ്പെടും. എൻ്റെ ദൈവമേ, മനുഷ്യൻ രക്ഷപ്പെടാനായിട്ട് എന്തെല്ലോ മരങ്ങളാണ് കണ്ടുപിടിച്ചേക്കുന്നതെന്നറിയാമോ? നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്യണം, പിന്നെ ഈ മരത്തെ കയറണം, ആ മരത്തെ കയറണം, ഈ കാര്യം ചെയ്യണം, ആ കാര്യം ചെയ്യണം, എന്തെല്ലോ പരിപാടിയാ. ബൈബിളിൽ അങ്ങനെ ഒന്നും പറയുന്നില്ല കേട്ടോ. ബൈബിൾ പറഞ്ഞ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയാൽ ദൈവമൊരുക്കിയതായിരിക്കുന്ന രക്ഷ നാം സ്വീകരിക്കുന്നത് വിശ്വാസത്താലാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും വിശ്വാസം ഇല്ലയോ ഉള്ളത്? ഞാൻ ഒരിക്കലൊരു പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അത് വിവരമുള്ള ആളാ, അദ്ദേഹം ഒരു ഡോക്ടറാണ്. ഞാൻ പറഞ്ഞു യേശുക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനോട് പറയാം, എൻ്റെ കുഞ്ഞെ അതല്ലയോ വേണ്ടിയത്, അതല്ലയോ വേണ്ടിയത്. അപ്പം ഞാൻ ചോദിച്ചു, ഡോക്ടർ എന്തുവാ വിശ്വസിക്കണം? അതൊന്നും കാര്യമില്ല, നമുക്ക് വിശ്വാസം വേണം. വിശ്വാസം ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. പറഞ്ഞു വന്നപ്പോൾ വിശ്വാസത്തിലുള്ള വിശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. വിശ്വസിക്കണം,
അല്ലെങ്കിൽ എങ്ങനെ നടക്കുന്നതെന്ന് കാര്യം. എന്താ വിശ്വസിക്കുന്നത് ചോദിച്ചപ്പോൾ അതൊന്നും പ്രശ്നമല്ലെന്ന്. അത് ബൈബിളിൽ പറയുന്ന വിശ്വാസമല്ല കേട്ടോ. ബൈബിളിലെ വിശ്വാസത്തിന് 3 ഭാഗമുണ്ട്. ബൈബിളിലെ വിശ്വാസത്തിന് 3 ഭാഗമുണ്ട്. അതിലൊന്നാമത്തെ ഭാഗമെന്ന് പറയുന്നത് വിശ്വസിക്കുന്ന ഉള്ളടക്കമാണ്, വിശ്വാസത്തിൻ്റെ ഉള്ളടക്കമാണ്. അതിനെ നമ്മൾ നോളജ് എന്ന് പറയും. ലാറ്റിൻ ഭാഷയിലാണെങ്കിൽ നോഷിയ എന്ന് പറയും. നോളജ്. ഈ വിശ്വസിക്കുന്നു എന്ന് ഒരാൾ പറയുന്ന ഉടനെ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം എന്താണെന്നറിയാമോ? എന്താ വിശ്വസിക്കുന്നത് എന്ന് ചോദിക്കണം. ഞാൻ വിശ്വസിക്കുന്നു, യേശുക്രിസ്തു എനിക്ക് വിശ്വാസമാണ്. കുഞ്ഞെ, എന്താ നീ വിശ്വസിക്കുന്നത് യേശുക്രിസ്തുവിനെ സംബന്ധിച്ച്? യേശുക്രിസ്തു ഒരു നല്ല മനുഷ്യനായിരുന്നു, കർത്താവ് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്, നല്ല ആളാണ്, ഞാൻ അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നു, അദ്ദേഹത്തെ പോലെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, അതാണ് എൻ്റെ വിശ്വാസം. രക്ഷിക്കില്ല കേട്ടോ, ആ വിശ്വാസം നിങ്ങളെ രക്ഷിക്കില്ല. രക്ഷിക്കുന്ന വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയിലുള്ള വിശ്വാസമാണ്. അതാണ് അതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി എൻ്റെ സ്ഥാനത്ത് എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം ഇല്ലാത്ത ഒരുത്തനും വിശ്വസിച്ചിട്ടില്ല. വിശ്വാസത്തിൻ്റെ ആദ്യ ഭാഗമെന്ന് പറയുന്നത് അറിവാണ്, സുവിശേഷത്തെക്കുറിച്ചുള്ള അറിവാണ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയും, അയക്കാതെ എങ്ങനെ പോകും, പോകാതെ എങ്ങനെ പ്രസംഗിക്കും, പ്രസംഗം കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കുമെന്ന്. സുവിശേഷം കേൾക്കാതെ, സുവിശേഷം പ്രസംഗിക്കാതെ ആർക്കും സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് സുവിശേഷ പ്രസംഗത്തിൻ്റെ പ്രാധാന്യം. അതാ കേട്ടോ, നമ്മുടെ ജീവിതം കണ്ട് ആരും രക്ഷിക്കപ്പെടുകയില്ല. ഒരുത്തന് ഞാനിങ്ങനെ നിൽക്കുകയാണ്, ഹോ എന്തൊരു നിപ്പാണ് അല്ലേ, ഞാൻ രക്ഷിക്കപ്പെടുക? ഇല്ലല്ലേ. നിങ്ങൾ എത്ര നന്നായിട്ട് ജീവിച്ചാലും എത്ര നന്നായി കാര്യങ്ങളൊക്കെ ചെയ്താലും അതുകൊണ്ട് മനുഷ്യർ രക്ഷിക്കപ്പെടില്ല. നിങ്ങൾ സുവിശേഷം പറയണം, സുവിശേഷത്തിൻ്റെ സന്ദേശം അറിയിക്കണം. നിങ്ങൾ നന്നായിട്ടാണ് ജീവിച്ചതെങ്കിൽ ഈ സുവിശേഷം പറയുമ്പോൾ ആൾ കേൾക്കും കേട്ടോ. അയ്യോ അവൻ പറയുന്ന കാര്യം ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഞാൻ വിചാരിച്ചതുപോലെ അല്ല, സാക്ഷ്യമുള്ളൊരു ജീവിതമാണ്, പറഞ്ഞാട്ടെ എന്ന് പറയും. അതാണ് സുവിശേഷം പ്രസംഗിക്കണം, സുവിശേഷം കേൾക്കണം, സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം സത്യസന്ധമായി മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ ഭാഗം ഈ സുവിശേഷം സത്യമാണെന്നുള്ള ഉറപ്പാണ് കേട്ടോ. അതിന് പറയുന്നത് ഫിഡൂഷ്യ എന്നാണ് പറയുന്നത്. യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തിൽ വന്നു. അവൻ കാൽവരിയിലെ കുരിശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ വസ്തുത കൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷ കിട്ടുമെന്നുള്ള ദൈവത്തിൻ്റെ പ്രഖ്യാപനം സത്യാൽ സത്യമാണ്. ഇത് കഥയൊന്നുമല്ല, ഇത് യാഥാർത്ഥ്യമാണ്, ഇത് സത്യമാണ്. യേശുക്രിസ്തുവിനെക്കുറിച്ച് അറിയാവുന്ന പല ആളുകളും കർത്താവ് ചെയ്ത കാര്യം വിശ്വസിക്കുന്ന ആളുകളല്ല, സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളല്ല. യേശുക്രിസ്തു മരിച്ചു എന്നൊക്കെ പറയും, അതൊക്കെ കഥയാണെന്ന്. അങ്ങനെ രക്ഷപ്പെടാനൊക്കെയല്ല. ഇത് യാഥാർത്ഥ്യമാണ്, സത്യമാണ് എന്നുള്ള ഉറപ്പാണ്. മൂന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ആശ്രയമാണ്, സ്വീകരണമാണ്. കർത്താവ് നല്ല അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ പരിഹാരമായിട്ട് മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നത് സത്യമാണ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടില്ല. അതിൽ ആശ്രയിക്കണം, അത് സ്വീകരിക്കണം. അതെൻ്റെ രക്ഷയുടെ മുഖാന്തരമാണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ ഏക അടിസ്ഥാനമായിട്ട് ഉൾക്കൊള്ളുമ്പോൾ, അതിൽ ആശ്രയിക്കുമ്പോൾ, അത് സ്വീകരിക്കുമ്പോൾ, അപ്പോഴാണ് വിശ്വാസം പൂർണ്ണമായിട്ട് തീരുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയിൽ ആശ്രയിച്ച് അതിൽ നമ്മളുടെ ഉറപ്പും ധൈര്യവും വച്ച് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത്. സുവിശേഷത്തെക്കുറിച്ചുള്ള അറിവ്, അത് സത്യമാണ് എന്നുള്ളതായിരിക്കുന്ന ഉറപ്പ്, അത് സ്വീകരിക്കുന്ന തീരുമാനം, ഇത് മൂന്നുമാണ് വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നതാണ്. അവരത് പറയും നോഷിയ, ഫിഡൂഷ്യ ആൻഡ് അസെൻസസ്. അസെൻസസ് ആയിരുന്നു രണ്ടാമത്തെ കേട്ടോ. നോഷിയ, അസെൻസസ് ആൻഡ് ഫിഡൂഷ്യ. സുവിശേഷത്തെക്കുറിച്ചുള്ള അറിവ്, അത് സത്യമാണ് എന്നുള്ള ഉറപ്പ്, അത് രക്ഷയ്ക്കായിട്ട് സ്വീകരിക്കുന്ന തീരുമാനം. ഇതാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. അതാണ്. നീ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. എന്താ വിശ്വസിക്കുന്നത്? ഫിലിപ്പോസ് ഷണ്ണനോട്
ആ വേദഭാഗത്തെ അടിസ്ഥാനമാക്കി അവനോട് കർത്താവായ യേശു ക്രിസ്തു എന്താണ് ചെയ്തത് എന്ന് വിവരിച്ചു കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, നീ വിശ്വസിക്കുന്നെന്ന് ചോദിച്ചു. ഇതാ വെള്ളം, ഞാൻ സ്നാനപ്പെടുന്നതിന് എന്താ തടസ്സം? വിശ്വാസത്തിൻ്റെ പരസ്യമായ പ്രഖ്യാപനമാണ് കേട്ടോ സ്നാനം രക്ഷിക്കപ്പെടാനുള്ള വഴിയൊന്നുമല്ല. എന്നാൽ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന് തെളിവാണ് സ്നാനം എന്ന് പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളത് എങ്ങനെയാണ് പരസ്യമായി നമ്മൾ പറയുന്നത്? അത് സ്നാനത്തിലൂടെയാണ് എന്ന് നമുക്കറിയാം. എന്നാൽ സ്നാനം രക്ഷിക്കപ്പെടാനുള്ള വഴിയല്ല കേട്ടോ. ശരി, ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞു, നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. 2, കൃപയാലല്ലോ. നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം ദൈവത്തിൻ്റെ കൃപയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം ചെയ്ത പാപപരിഹാര ക്രമീകരണമാണ്. വിശ്വാസം മൂലം ഈ രക്ഷ നാം സ്വീകരിക്കുന്നത് വിശ്വാസം വഴിയാണ്. ശരി, അടുത്ത പ്രസ്താവന, അടുത്ത വാക്ക്, 4-ാമത്തെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, അതിനും നിങ്ങൾ കാരണമല്ല. അതിനും നിങ്ങൾ കാരണമല്ല. അതിനും എന്ന് പറഞ്ഞാൽ എന്താ? അതിനും നിങ്ങൾ കാരണമല്ല. ഏതിനാ? അപ്പം അതിനും എന്ന് പറയുമ്പം അതിന് നേരെ മുമ്പിൽ പറഞ്ഞ കാര്യം വിശ്വാസമാണ് കേട്ടോ. അതിന് നേരെ മുമ്പിൽ പറഞ്ഞത് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും എന്ന് പറഞ്ഞ ഏതിനാണ്? വിശ്വാസം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അതിനും എന്ന് പറയുന്ന വാക്കും വിശ്വാസം എന്ന് പറയുന്ന വാക്കും തമ്മിൽ ചേരുകയില്ല. ഗ്രീക്ക് ഭാഷയിൽ ഓരോ വാക്കിനും ലിംഗമുണ്ട്. ഹിന്ദിയിലുണ്ട് കേട്ടോ. ബില്ലി എന്ന് പറഞ്ഞാൽ എന്തുവാ? സ്ത്രീയാണോ പുരുഷനാണോ? ബില്ലി ആത്താ ഹേ അതോ ആത്തിയാന്നോ? എനിക്കറിയത്തില്ല. ഹിന്ദിക്കാരല്ലേ അറിയാം. ഖസേറ എന്നൊക്കെ പറഞ്ഞാൽ ആണാന്നോ പെണ്ണാന്നൊന്നും കേട്ടോ. അത് ഈ ലിംഗം എന്ന് പറഞ്ഞപ്പം അതിൻ്റെ സെക്സ് അല്ല, അതൊരു ഗ്രമാറ്റിക്കൽ കൺസ്ട്രക്ഷനാണ്. അപ്പം അതുകൊണ്ട് ഔറ്റോസ് എന്ന് പറയുന്നതായിരിക്കുന്ന പ്രയോഗവും പിസ്റ്റിസ് എന്ന് പറയുന്ന വാക്കും രണ്ടിന് 2 ലിംഗമാണ്. പിസ്റ്റിസ് എന്ന് പറഞ്ഞാൽ അത് സ്ത്രീലിംഗമാണ്. പറഞ്ഞാൽ സൗകര്യമാർക്കല്ലേ വിശ്വാസം, അതുകൊണ്ടല്ല. ഏതായാലും ശരി, ഇറ്റ് ഈസ് ഫെമിനൈൻ ആൻഡ് ഔറ്റോസ് ഈസ് മാസ്കുലിൻ. അപ്പോൾ ഇത് തമ്മിൽ ചേരൂല. അപ്പോൾ അതുകൊണ്ട് അത് എന്ന് പറഞ്ഞത് വിശ്വാസത്തെക്കുറിച്ചാകാൻ പറ്റത്തില്ല. വിശ്വാസത്തെക്കുറിച്ചാകാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അത് എന്ന് പറഞ്ഞത് രക്ഷയുടെ എല്ലാ ക്രമീകരണങ്ങളെയും ഉൾപ്പെടുത്തി പറഞ്ഞൊരു പ്രസ്താവനയാണ് കേട്ടോ. ദൈവകൃപയാൽ രക്ഷിക്കപ്പെട്ട, വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട ആ ആകെയുള്ള ക്രമീകരണം എന്ന് പറയുന്നത് അതിനും നിങ്ങൾ കാരണമല്ല. രക്ഷിക്കപ്പെടാനുള്ള കാരണം നമ്മളിലുള്ള യാതൊരു യോഗ്യതയുമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ചില ആളുകളുടെ വിചാരം, അവരങ്ങനെ, എനിക്ക് ആ വിചാരം ഞാൻ നെറ്റിക്ക് പ്രത്യക്ഷപ്പെട്ടൊന്നും കണ്ടതല്ല, എങ്കിലും അവരെ കണ്ടപ്പോൾ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പറയുക, എന്നെ കർത്താവിന് കിട്ടിയത് ഭാഗ്യമായി പോയിരുന്നു. എന്നെപ്പോലെ ഒരാളിനെ രക്ഷിക്കപ്പെടാൻ കിട്ടിയില്ലോ. അയ്യോ, അല്ലേ എന്ത് ചെയ്തേനെ കർത്താവ്. എന്തൊരു കൂടിയ ആളാ. നിൽക്കുന്ന നിപ്പ് കണ്ടില്ലയോ? മനസ്സിരിക്കട്ടെ, ദൈവത്തിന് കരുണ തോന്നുവാൻ, ദൈവത്തിന് മതിപ്പ് തോന്നുവാൻ അതിന് യോഗ്യതയുള്ള ഒരാളും ഈ ലോകത്തിലില്ല കേട്ടോ. കർത്താവിന് ദൈവത്തിന് മതിപ്പ് തോന്നുന്ന ഒറ്റ വ്യക്തിയുള്ളൂ, അത് കർത്താവ് യേശു ക്രിസ്തുവാണ്. മറ്റുള്ളവരെല്ലാം ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായിട്ട് തീർന്നു. അപ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ള കാര്യം ഓർക്കുമ്പം ഹൃദയത്തിന് അടുത്തൊരു സ്തോത്രം പറയണം കേട്ടോ. ചിലപ്പം പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പറയും, പക്ഷെ അങ്ങനെ ശരിക്കും ഒന്നും ഓർത്തല്ലേ പറയുന്നത്. കർത്താവേ, എൻ്റെ യോഗ്യതയെ നോക്കി അല്ലേ എന്നെ രക്ഷിച്ചത് പറയില്ല. ചുമ്മാതെ പറയുക. യോഗ്യത ഉണ്ടെന്ന് പിന്നെ പറയുകയും ചെയ്യും. ഞാൻ മറ്റുള്ളവരെ പോലെ ഒന്നും അല്ല, എനിക്ക് രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നത്. ഓ, അത് ശരി, കൂടിയാളല്ലയോ. ഒരാൾ ഞങ്ങളോട് പറഞ്ഞു കേട്ടോ, എനിക്ക് BSNL നല്ല ജോലിയുള്ള ആളാണ്, എനിക്ക് രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഓ, അത് ശരി, BSNL ജോലിയുള്ള ആളാന്ന് രക്ഷിക്കപ്പെട്ടില്ല, കുഴപ്പമില്ല കേട്ടോ. അതൊരു പുതിയ അറിവാ. നല്ല കാര്യം. മനസ്സിരിക്കട്ടെ, അതിനും നിങ്ങൾ കാരണമല്ല. നമ്മളിലുള്ള യാതൊരു യോഗ്യതയും നോക്കിയല്ല. ചില അർമീനിയൻസ് പറയും കേട്ടോ, രക്ഷിക്കപ്പെടാനുള്ള കാരണം എന്താ?
ഞാൻ വിശ്വസിക്കുമെന്നുള്ള കാര്യം കർത്താവിന് അറിയാമായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ടാണ് കർത്താവ് എന്നെ തിരഞ്ഞെടുത്തത്. എന്നെ നോക്കിയപ്പം കൊള്ളാം, ഇവൻ വിശ്വസിക്കും കേട്ടോ, അവനെ തിരഞ്ഞെടുക്കാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതാണ് അർമീനിയൻ തിയോളജി എന്ന് പറയുന്നതാ. മനസ്സിരിക്കട്ടെ, ഈ വാക്യം അതിൻ്റെ തായ്വേരറുക്കുന്ന വാക്യമാണ്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന് കൃപയാണ് അതിൻ്റെ കാരണം, അല്ലാതെ മനുഷ്യർ ചെയ്യുന്ന യാതൊരു നന്മയുമല്ല, മനുഷ്യരിലുള്ളതായിരിക്കുന്ന യാതൊരു പ്രത്യേകതയുമല്ല. ദൈവത്തിന് കരുണ തോന്നുവാൻ, എന്നോട് കരുണ തോന്നുവാൻ ദൈവത്തിന് മനസ്സായി എന്ന കാരണം മാത്രമേ ഉള്ളൂ. മഹാഭാഗ്യമാണ് എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, രക്ഷിക്കപ്പെടുവാൻ നമുക്ക് കഴിഞ്ഞു എന്ന കാര്യം. ദൈവത്തിന് മുൻപാകെ നെടുമ്പാട് വീണ് സ്വർഗത്തിലെ ദൈവത്തിന് നിത്യതയോളം നന്ദി പറയുവാൻ കാരണമായ വസ്തുതയാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ രക്ഷിക്കുവാൻ തീരുമാനിച്ചു എന്ന കാര്യം. വിശ്വസിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് കേട്ടോ, അതൊക്കെ അതിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. പക്ഷേങ്കിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പറയാനുള്ളത്, വൈ ലോർഡ്, എന്നോട് കരുണ തോന്നുവാൻ നിനക്ക് മനസ്സായല്ലോ, എന്നെ തിരഞ്ഞെടുക്കുവാൻ, രക്ഷ എനിക്ക് നൽകുവാൻ, എന്നെ രക്ഷിക്കുവാൻ നിനക്ക് മനസ്സായല്ലോ എന്നതാണ് നമുക്ക് കർത്താവിനോട് പറയാനായിട്ടുള്ളത്. അപ്പം നമ്മളുള്ളതൊന്നുമല്ല. അടുത്തൊരു കാര്യം കൂടെ പറഞ്ഞു കേട്ടോ, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. ക്രിസ്മസ് ദൈവത്തിൻ്റെ ദാനത്തിൻ്റെ സന്ദേശമാണ് അല്ലേ? ക്രിസ്മസിൻ്റെ ദാനമെന്ന് പറയുന്നത്, അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ക്രിസ്മസ് ട്രീ ഉണ്ട്, അതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ അവർ ആ സമ്മാനമൊക്കെ ഇങ്ങനെ കെട്ടി റാപ്പ് ചെയ്തിടും. അതാണ് ക്രിസ്മസ് സന്ദേശം. അതല്ല കേട്ടോ സമ്മാനം, അല്ലല്ല. ക്രിസ്മസിൻ്റെ സമ്മാനം എന്ന് പറയുന്നത് തൻ്റെ സ്വന്തം പുത്രനെ നമ്മളുടെ രക്ഷയ്ക്കായിട്ട് ഈ ലോകത്തിലേക്ക് അയച്ച ആ സമ്മാനമാണ് ക്രിസ്മസിൻ്റെ സമ്മാനം എന്ന് പറയും. തൻ്റെ പുത്രനാണ് ഈ സമ്മാനം, അവനിൽ കൂടെ ലഭിച്ച രക്ഷയാണ് ദൈവം നമുക്ക് നൽകിയതായിരിക്കുന്ന സമ്മാനം. അടുത്ത പ്രസ്താവന പറയാം, ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. ആരും പ്രശംസിക്കാതിരിക്കാൻ. സഹോദരങ്ങളെ, ഞാൻ പറയാം, നമ്മളെല്ലാവരും പ്രശംസിക്കാനായിട്ട് ഇങ്ങനെ കുതിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. എന്തെല്ലാം കാര്യത്തെക്കുറിച്ചാണ് പ്രശംസ, ഇല്ലയോ? എൻ്റെ കൈ കണ്ടോ, എൻ്റെ കാല് കണ്ടോ, പിന്നെ പേർഷ്യക്കാരി അല്ല ഗൾഫുകാരി പറഞ്ഞതുപോലെ എൻ്റെ ബാഗ് കണ്ടോ, എൻ്റെ കാറ് കണ്ടോ, വീട് കണ്ടോ, എന്തെല്ലാം കാര്യമാണ് നമ്മളിപ്പോൾ കാണണ്ടേ. പൊങ്ങച്ചമാണ് മനുഷ്യൻ്റെ, ആത്മീയന്മാരുടെ പോലും ഏറ്റവും വലിയ അപകടം അതാകട്ടോ. പൊങ്ങച്ചം, വ്യർത്ഥത, പ്രശംസിക്കുക. രക്ഷയെ സംബന്ധിച്ച് പ്രശംസിക്കുക യാതൊരു സ്ഥാനവുമില്ല. ആരുമെന്ന് പറഞ്ഞതിനകത്ത് എത്ര ആൾക്കാരുണ്ട്? അയ്യോ, എല്ലാവരും ഉണ്ട്. ആരും പ്രശംസിക്കാതിരിക്കേണ്ടതിന് പ്രവൃത്തികളും കാരണമല്ല. നമ്മൾ ചെയ്യുന്ന യാതൊരു സൽപ്രവൃത്തികളും നമ്മൾ രക്ഷിക്കപ്പെടുവാനുള്ള കാരണമല്ല. അത് ആണ് സുവിശേഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാ കേട്ടോ, നാം ചെയ്യുന്ന ഒരു കാര്യവും, ഒരു പ്രവൃത്തിയും, ഒരു സൽപ്രവൃത്തിയും, ഒരു മതകർമ്മവും നമ്മളെ രക്ഷിക്കുവാൻ പര്യാപ്തമല്ല. അതാണ് ക്രിസ്തീയ സുവിശേഷവും മറ്റുള്ള മതങ്ങളും നമ്മൾ വ്യത്യാസം. അതാ, മനുഷ്യരെല്ലാവരും പ്രവർത്തിച്ച് രക്ഷപ്പെടാനിരിക്കുക. എന്നാൽ ബൈബിൾ പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? ആരും പ്രശംസിക്കാതിരിക്കേണ്ടതിന് പ്രവൃത്തികളും ബഹുവചനമാണ്, പ്രവൃത്തികളും കാരണമല്ല. നമ്മളുടെ യാതൊരു പ്രവൃത്തിയും നമ്മളെ രക്ഷയ്ക്ക് കാരണമല്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് പ്രശംസിക്കാനായിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മളുടെ പ്രശംസ ദൈവത്തിലായിരിക്കണം. ഈ പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും പ്രശംസ എന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇന്നതുപോലെ കർത്താവിന് വേണ്ടി ചെയ്യുന്നു, ഈ ഇതിലൊക്കെയാണ്. ഭക്തിയെക്കുറിച്ച് പറഞ്ഞാൽ തന്നെ എന്തൊരു ഭക്തിയല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രശംസിക്കാനാണ് മനുഷ്യരുടെ വിചാരം. ദൈവത്തിന് മുമ്പാകെ ഒന്നും പ്രശംസിക്കണം കേട്ടോ. നാം ആകുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്,
പ്രശംസയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല. ഇതാണ് രക്ഷയുടെ സന്ദേശം എന്ന് പറയുന്നത്. ഇതാ കേട്ടോ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. അടുത്ത വാക്യം പല നമ്മൾ പറയത്തില്ലേ ചിലപ്പോഴും, അത് വിട്ടുകളയും. വലിയ കൂടിയ വാക്യമാണ്. വാക്യം എന്തോ പറയുന്നത്, അത് വിശദീകരിക്കാനായിട്ട് എനിക്ക് സമയമില്ല കേട്ടോ. അത് എനിക്ക് 5 മിനിറ്റേ ഉള്ളൂ, ഞാൻ എങ്കിലും വേഗം പറയാം. അവിടെ പറയുന്നത് 10ാമത്തെ വാക്യത്തിൽ പറയുന്നതെന്നറിയോ? അദ്ദേഹം പറഞ്ഞു, നാം അവൻ്റെ കൈപ്പണിയായി. അതുകൊണ്ട് എന്ന് പറയുന്നൊരു വാക്കുകൂടെ അതിനകത്തുണ്ട് കേട്ടോ. അത് പക്ഷേ പരിഭാഷപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് അല്ലെ, ആകയാൽ നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ഈ പ്രസ്താവന പാട്ട് പാടാൻ ഇവർക്കൊരാഗ്രഹം ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. പാടിക്കളയും. അപ്പോൾ അതുകൊണ്ട് അതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. അതായത് ചോദിച്ചാൽ, മനുഷ്യർ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പ്രവൃത്തികളാലല്ല, എന്നാൽ നമ്മെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് പ്രവൃത്തികൾക്കു വേണ്ടിയാണ്. അതാ ബൈബിൾ പറയുന്നത്. അവൻ സൽപ്രവർത്തികൾക്കായിട്ട് നമ്മെ കൈപ്പണിയായി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന കാര്യമാണ് പറഞ്ഞത്. വി ആർ ദ പൊയ്മ, ദൈവത്തിൻ്റെ കരങ്ങളിലെ ശില്പമായി ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. സത്യസന്ധമായി രക്ഷിക്കപ്പെട്ട എല്ലാവരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധ ജീവിതത്തിനായിട്ട് സൃഷ്ടിക്കപ്പെട്ട ആളുകളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടൊരു യാതൊരു വ്യത്യാസവും ഇല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടതല്ല കേട്ടോ, അല്ല. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു പുതിയ സൃഷ്ടിയാണ്. ഇറ്റ് ഈസ് എ ന്യൂ ക്രിയേഷൻ. ഭൂമി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള ആദ്യ സൃഷ്ടിയെക്കുറിച്ച് നമുക്കറിയാം. അതുപോലെ അത്ഭുതകരമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം ചെയ്ത അത്ഭുതകരമായ പ്രവൃത്തിയാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന കാര്യം. അതിൽ ദൈവം നമ്മളെ സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സൽപ്രവൃത്തി ചെയ്യാനുള്ള കഴിവും അതിനുള്ള ക്രമീകരണവും അതിനുള്ള ഊർജവും എല്ലാം തന്നാണ് നമ്മളെ രക്ഷിക്കപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുവാനായിട്ട് വിശ്വാസികൾക്ക് കഴിയും. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ നടക്കേണ്ടതിന് ദൈവം അത് മുന്നൊരുക്കിയിരിക്കുന്നു. വിശ്വാസികൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള ക്രമീകരണം സ്വർഗത്തിലെ ദൈവം തൻ്റെ വിശുദ്ധ ബൈബിളിലൂടെ വ്യക്തമായി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇനിയും അതനുസരിച്ച് ജീവിക്കാനുള്ള ശക്തിയും കരുത്തും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നടക്കാനായിട്ട് നമുക്ക് സാധിക്കും. പഴയതെല്ലാം കഴിഞ്ഞുപോയി, കണ്ടാലും സകലതും പുതുതായിരിക്കുന്നു. ഞങ്ങൾ ഇനിയും മനുഷ്യരെ പണ്ട് കണ്ടതുപോലെ ഇനി കാണുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ ഒക്കെ ഞങ്ങൾ പണ്ട് വീക്ഷിച്ചൊരു രീതി ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞുപോയി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ സർവവും പുതുതായിരിക്കുന്നു. പൊയ്മ, ആ വാക്കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പൊയ്മ എന്ന് പറഞ്ഞാൽ ശില്പം എന്നാണ് അതിൻ്റെ അർത്ഥം. ശില്പം. പൊയ്മ എന്നുള്ള വാക്ക് ഒരു പ്രാവശ്യം കൂടെ മാത്രമേ ബൈബിൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് റോമാലേഖനം 1-ാമത്തെ അധ്യായത്തിൽ ദൈവം സൃഷ്ടിച്ച് പ്രപഞ്ചത്തെ വിശദീകരിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്. പ്രിയമുള്ളവരെ, നാം ദൈവത്തിൻ്റെ കരങ്ങളിലെ ശില്പമാണ്. ദൈവം രൂപപ്പെടുത്തുന്ന ഒരു ശില്പമാണ്. നിങ്ങൾക്കറിയാമോ, വിദഗ്ധനായിരിക്കുന്ന ഒരു ശില്പിയുടെ കയ്യിൽ ആദ്യമേ ഒരു ശില്പം അത് ലഭിക്കുമ്പോൾ എങ്ങനെയാ, ഒരു പാറക്കഷ്ണം അല്ലെങ്കിൽ ഒരു മാർബിളിൻ്റെ കഷണമായിട്ടാണ് കിട്ടുന്നത്. പക്ഷെങ്കിൽ ആ ശില്പിയുടെ ഉള്ളിൽ ഇതേത് രൂപം പ്രാപിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള തികഞ്ഞ ബോധ്യമുണ്ട്. അവൻ്റെ ഉളികളും ചുറ്റികളും ഒക്കെ എടുത്ത് സാവകാശം അതിൽ നിന്ന്
ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെത്തിമാറ്റി. അവസാനം വരുമ്പോൾ മോണാലിസ നമ്മൾ കണ്ടാൽ ചിരിച്ചു പോകും കേട്ടോ. ആ ശില്പം ഇങ്ങനെ ചിരിക്കുന്ന കണ്ടാൽ നമ്മളെ ചിരിച്ചു പോകും. അങ്ങനെ ഉണ്ടാക്കി ചിരിക്കുക. ദൈവത്തിൻ്റെ കരങ്ങളിലെ ശില്പമാണ്. നമ്മളെ രൂപപ്പെടുത്തി ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മളെ ആക്കി തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദമായിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെയും എൻ്റെയും ആശ്വാസത്തിനായിട്ട് പറയാം, നിങ്ങൾക്ക് എന്നോട് പ്രതിഷേധം തോന്നുന്നുവെങ്കിൽ ഞാൻ പറയും, പണി തീർന്നിട്ടില്ല കേട്ടോ, പണി തീർന്നിട്ടില്ല. കർത്താവിൻ്റെ കരങ്ങളിലാണ്. ഇനിയും ചെത്തി വെടിപ്പാക്കാനായിട്ട്, ചെത്തിക്കളയാനായിട്ട് ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഒരു ദിവസം താൻ ആഗ്രഹിക്കുന്ന നിലയിൽ അവൻ എന്നെ കൊണ്ടെത്തിക്കും. നമ്മളെ നല്ല വേലയെ ആരംഭിച്ചവൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചും ഇരിക്കുന്നു. സൗജന്യമായി കർത്താവ് നമ്മളെ രക്ഷിച്ചിരിക്കുന്നു. യാതൊരു പ്രവൃത്തികളും കൂടാതെ ദൈവത്തിൻ്റെ കൃപയാൽ വിശ്വാസം മൂലം അവൻ നമ്മെ രക്ഷിച്ചിരിക്കുന്നു. എന്നാൽ നമ്മെ രക്ഷിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് താൻ ആഗ്രഹിക്കുന്ന നിലയിൽ രൂപപ്പെട്ട് ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ച് ആക്കിയിരിക്കുന്നത്. സർവശക്തനായ ദൈവം തൻ്റെ അത്ഭുതകരമായിരിക്കുന്ന വേല തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ജീവിതങ്ങളിൽ നിവർത്തിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.